ഒരുപാട് നല്ല ബന്ധങ്ങൾ തകരുന്നത് ഇഷ്ടം കൂടിയിട്ടാണ്. ഇഷ്ടം കൂടി തലയ്ക്കകത്ത് പിരിമുറുകുമ്പോൾ മനസ്സിൽ വെറുതെ ഒരു സംശയം വരും. ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടമൊക്കെ ഇയാൾക്ക് എന്നോട് ശരിക്കും തിരിച്ചിങ്ങോട്ടുണ്ടോ? ഇയാളെ കാണിക്കുന്ന ഇഷ്ടമൊക്കെ വെറുതെ ആയിരിക്കുമോ? എന്നോടുള്ള എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം ഇയാൾക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമോ? പിന്നെ അയാൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിനെല്ലാം കീറി മുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അതെന്താ അങ്ങനെ ചെയ്തേ? ഇങ്ങനെയല്ല ചെയ്യേണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ അങ്ങനെ ചെയ്തില്ലേ, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് അയാൾ എന്നെ ഇട്ടിട്ട് പോകും, ഞാൻ ഒറ്റയ്ക്കാവും എന്നുള്ള പേടി നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അത് ആങ്സൈറ്റിയായിട്ട് മാറും. ഇഷ്ടമാണ് എന്ന് എത്ര തവണ അവർ പറഞ്ഞാലും മനസ്സിലൊരു ഉറപ്പ് കിട്ടാത്ത പോലെ, ഉറക്കം കിട്ടാത്ത അവസ്ഥ, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്ന് വെറുതെ ഒരു വിഷമം മനസ്സിൽ. സംശയങ്ങൾ ഉറപ്പിക്കാൻ എന്നും അവരോട് ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളെ അവർ സ്നേഹത്തോടെ ഗൗനിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കോളിന് വേണ്ടിയോ ചാറ്റ് ബോക്സ് തുറന്നു വെച്ചോ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയം അവർ വേറെ ആരെങ്കിലും കൂടെ ഒരു സ്റ്റോറി ഇടുകയോ കോൾ ചെയ്യുമ്പോൾ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കുകയോ ചെയ്താൽ കഴിഞ്ഞു. ഏറ്റവും ഇഷ്ടമുള്ളയാൾ വിട്ടുപോകാതിരിക്കാനാണ് ഈ പരാക്രമമൊക്കെ. പക്ഷേ പലപ്പോഴും ഇത് ലീഡ് ചെയ്യുന്നത് ബ്രേക്കപ്പിലേക്കാണ്. മിക്കപ്പോഴും ഇതിന് മുൻകൈ എടുക്കുന്നത് ഇവർ തന്നെ ആവുകയും ചെയ്യും. ഇത് പറയുന്നത് മറ്റേയാൾ ഇഗ്നോർ ചെയ്യുമ്പോൾ ഇയാൾക്കുണ്ടാവുന്ന ന്യായമായ സംശയങ്ങളെ പറ്റി അല്ല കേട്ടോ. രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ടും തകരുന്ന ചില നല്ല ബന്ധങ്ങളെ പറ്റിയിട്ടാണ്. ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് എക്സ്പെക്ടേഷൻ കൂടി വന്നാൽ നിരാശപ്പെടാൻ സാധ്യത കൂടുതലാണ്.